ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നാം ഉണ്ടാക്കുന്ന വിഭവം മുളകിട്ട മീൻകറിയാണ്. വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് എല്ലാം റെഡിയാക്കുക. അതിനുശേഷം അവയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നീട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് തുടർന്ന് കുറച്ച് കടുക് പൊട്ടിക്കാനിടുക. പിന്നീട് അതിലേക്ക് അല്പം ഉലുവ വീഡിയോയിൽ കാണുന്നത് ഫോളോ ചെയ്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഈ സമയത്ത് ആകെ മൊത്തം പൊട്ടിത്തെറിയായിരിക്കും, എന്നാലും പേടിക്കണ്ട. അതിലേക്ക് ആവശ്യത്തിന് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഒരുമിച്ചിടുക. പിന്നീട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 തരം മുളക് പൊടിയാണ്. ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഏകദേശം 1.5 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും. മല്ലിപ്പൊടി ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. ഇവയെല്ലാം കൂടി ഒരുമിച്ച് പഴുത്തി വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വറ്റി എണ്ണ തെളിയുന്നത് വരെ കാത്തിരിക്കുക. ഇപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. തുടർന്ന് ഈ മിശ്രിതം ഒരു മൺചട്ടിയിലേക്ക് മാറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാരണം അതനുസരിച്ചുള്ള മീനുള്ളത് കൊണ്ട്. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം അത് നന്നായി തിളപ്പിക്കുക. അത്യാവശ്യം തിളച്ച് വരുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇടുക. നികക്ക് വെള്ളം വെക്കണം, കൂടുതലാകാൻ പാടില്ല. എങ്കിൽ ഒരുപാട് വെള്ളമായാൽ മീൻ കറിക്ക് ഒരു രുചി ഉണ്ടാവുകയില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇത് ഈ കാണുന്നത് പോലെ ചെയ്യുക, കാരണം മീൻ അപ്പോൾ വേവാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഉടഞ്ഞു പോകണ്ടല്ലോ. അതിനുശേഷം ഉപ്പൊക്കെ നോക്കി അല്പം ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് പിന്നീട് ഞാൻ അടച്ചു വെച്ചില്ല, അത് തുറന്ന് തന്നെ വെച്ചു. ഏകദേശം പറ്റിയ സമയത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എണ്ണ ഒഴിച്ചു, അത്യാവശ്യം കറിവേപ്പില ഇട്ടു, മീൻ കറി റെഡിയായി. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? ട്രൈ ചെയ്യൂ കേട്ടോ.